നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. മേളാചാര്യൻ കേളത്ത് അരവിന്ദാക്ഷൻ മാരാർ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ 9:30 മരണം. ഒല്ലൂരിലെ വീട്ടിലെത്തിച്ച ഭൗതിക ശരീരത്തിന് നൂറുകണക്കിന് ആരാധകരും ശിഷ്യന്മാരും അന്തിമോപചാരം അർപ്പിച്ചു. ഗണിതശാസ്ത്രത്തിൽ ഇന്ത്യയുടെ തനത് സംഭാവന അർപ്പിച്ച സംഗമഗ്രാമ മാധവന്റെ പേരിൽ ഗണിതശാസ്ത്ര പഠന കേന്ദ്രം സ്ഥാപിക്കുന്നതിന് മുന്നോടിയായി സംഗമഗ്രാമ മാധവന്റെ ഭവനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സന്ദർശിച്ചു. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് നാളെ മുതൽ പുനരാരംഭിക്കും. പുതിയ പരിഷ്കാരത്തിൽ ഇളവ് വരുത്തിയതോടെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ കടുത്ത നിലപാടിൽ നിന്നും പിന്മാറി. വാർത്തകൾ വിശദമായി. മേളാചാര്യൻ കേളത്ത് അരവിന്ദാക്ഷൻ മാരാർ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഇന്നലെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇന്ന് രാവിലെ 9:30 മരണം. ഒല്ലൂരിലെ വീട്ടിലെത്തിച്ച ഭൗതിക ശരീരത്തിൽ നൂറുകണക്കിന് ആരാധകരും ശിഷ്യന്മാരും അന്തിമോപചാരം അർപ്പിച്ചു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് പാറമേക്കാവ് ശാന്തിഘട്ടത്തിൽ നടക്കും. 4.5 പതിറ്റാണ്ട് തൃശൂർ പൂരത്തിന്റെ മേലഴകായിരുന്നു കേളത്ത്. ഒന്നാമന്മാരോളം തലപ്പൊക്കമുള്ള രണ്ടാമനായിരുന്നു തൃശൂർ പൂരത്തിന് കേളത്ത് അരവിന്ദാക്ഷമാരാർ. കിഴക്കൂട്ട് അനിയന്മാരാർക്കൊപ്പമായാലും ഇലഞ്ഞിത്തറ മേളത്തിൽ പെരുവനം കുട്ടന്മാരാർക്കൊപ്പമായാലും നിലാവുദിച്ച പോലെ തെളിഞ്ഞു നിന്നിരുന്നു കേളത്ത്. ഇരുവരുടെയും വിശ്വസ്തനായ വലങ്കയായിരുന്നു കേളത്ത്. മാക്കോത്ത് ശങ്കരൻകുട്ടി മാരാരുടെയും കേളത്ത് മാരാത്ത അമ്മിണി മാരസ്യാരുടെയും മകനായി ജനിച്ച അരവിന്ദാക്ഷന്റെ ആദ്യ ഗുരു അച്ഛനായിരുന്നു. 12-ാം വയസ്സിൽ അരങ്ങേറ്റം. 16-ാം വയസ്സിൽ തൃശൂർ പൂരത്തിൽ മേളക്കാരനായി. പെരുവനം നടവഴിയിലും ആറാട്ടുപുഴയിലും കേളത്ത് കൊട്ടിയുറച്ചു. തിരുവമ്പാടിക്കായി 9 കൊല്ലവും പാറമേക്കാവിനായി 2 കാലങ്ങളായി 36 കൊല്ലവും കേളത്ത് മേളക്കാരനായി. 80-ാം വയസ്സിൽ ഇനി വയ്യ എന്ന് പറഞ്ഞ് തൃശൂർ പൂരത്തിൽ നിന്ന് സ്വയം വിരമിക്കുകയായിരുന്നു. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ കേളത്തിനെ തേടിയെത്തിയിട്ടുണ്ട്. അവിവാഹിതനായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഇന്നലെയാണ് തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രാവിലെ 9:30 മരണം. 11 മണിക്ക് ഭൗതിക ശരീരം ഒല്ലൂരിലെ വീട്ടിലെത്തിച്ചപ്പോൾ അന്തിമാഭിവാദ്യമർപ്പിക്കാൻ നൂറുകണക്കിന് ആരാധകരും ശിഷ്യന്മാരുമാണ് എത്തിയത്. മീഡിയ ടൈം, തൃശ്ശൂർ. ഗണിതശാസ്ത്രത്തിൽ ഇന്ത്യയുടെ തനത് സംഭാവന അർപ്പിച്ച സംഗമഗ്രാമ മാധവന്റെ പേരിൽ ഗണിതശാസ്ത്ര പഠന കേന്ദ്രം സ്ഥാപിക്കുന്നതിന് മുന്നോടിയായി സംഗമഗ്രാമ മാധവന്റെ ഭവനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സന്ദർശിച്ചു. ഗണിതശാസ്ത്ര പ്രതിഭയുടെ ജന്മദേശമായ ഇരിഞ്ഞാലക്കുട കല്ലേറ്റുംകരയിൽ അദ്ദേഹം താമസിച്ചിരുന്നതായി കരുതുന്ന ഇരിഞ്ഞാടപ്പള്ളി മനയിലും ഗണിതശാസ്ത്ര ഗവേഷണം നടത്തിയിരുന്ന ക്ഷേത്രത്തിലുമായിരുന്നു സന്ദർശനം. ഇവയോട് ചേർന്നാകും ഗണിതശാസ്ത്ര പഠന കേന്ദ്രം ഉയരുക. ഗണിതശാസ്ത്ര പ്രതിഭയുടെ ജന്മദേശമായ ഇരിഞ്ഞാലക്കുട കല്ലേറ്റുംകരയിൽ അദ്ദേഹം താമസിച്ചിരുന്നതായി കരുതുന്ന ഇരിഞ്ഞാടപ്പള്ളി മനയിലും ഗണിതശാസ്ത്ര ഗവേഷണം നടത്തിയിരുന്ന ക്ഷേത്രത്തിലുമായിരുന്നു സന്ദർശനം. ഇവയോട് ചേർന്നാകും ഗണിതശാസ്ത്ര പഠന കേന്ദ്രം ഉയരുക. ഒരു ഗണിതശാസ്ത്ര പഠന കേന്ദ്രം എന്ന നിലയിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കുമെല്ലാം ആഴത്തിലുള്ള അവഗാഹം പകർന്നു നൽകുന്ന വിധത്തിലുള്ള കേന്ദ്രമാണ് ലക്ഷ്യമിടുന്നതെന്ന് സന്ദർശനവേളയിൽ മന്ത്രി ബിന്ദു പറഞ്ഞു. അദ്ദേഹത്തിന് ഉചിതമായ സ്മാരകം ഒരുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കേരള ശാസ്ത്ര സാങ്കേതിക മ്യൂസിയവുമായി ബന്ധപ്പെട്ടാണ് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനായി ബജറ്റിൽ പ്രത്യേക തുകയും നീക്കിവച്ചിട്ടുണ്ട്. BC 8 മുതൽ AD 18 വരെയുള്ള നൂറ്റാണ്ടുകളിൽ ലോക ഗണിതശാസ്ത്രത്തിന് ഇന്ത്യ അമൂല്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇവരിൽ പ്രഥമസ്ഥാനീയനാണ് കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് എന്ന് ലോകം വിശേഷിപ്പിക്കുന്ന ഗുരുശിക്ഷ പരമ്പര സ്ഥാപിച്ച സംഗമഗ്രാമ മാധവൻ. ലോകപ്രസിദ്ധ ഗണിതശാസ്ത്രജ്ഞൻ ജെയിംസ് ഗ്രിഗറിയുടെ ആചാര്യനായി അറിയപ്പെടുന്ന സംഗമഗ്രാമ മാധവൻ ത്രികോണമിതി, ജ്യോമിതി, കാൽക്കുലസ് എന്നിവയുടെ രൂപീകരണത്തിലും പങ്കുവഹിച്ചതായി ഗണിതശാസ്ത്ര സമൂഹം വിലയിരുത്തുന്നു. ഈ വർഷം തന്നെ കേന്ദ്രത്തിന്റെ പ്രവൃത്തി ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട. സംസ്ഥാനത്ത് അത്യുഷ്ണത്തിന് ശമനമാകുന്നു. ഇന്ന് ഒരു ജില്ലയിലും ഉഷ്ണതരംഗ മുന്നറിയിപ്പില്ല.
എന്നാൽ തിങ്കളാഴ്ച വരെ പകൽ ചൂടിനുള്ള മുന്നറിയിപ്പ് തുടരും. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വരും ദിവസങ്ങളിൽ ചൂട് ഇനിയും കുറയുമെന്നും ചൊവ്വാഴ്ചയോടെ വേനൽ മഴ മെച്ചപ്പെടാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് നാളെ മുതൽ പുനരാരംഭിക്കും. പുതിയ പരിഷ്കാരത്തിൽ ഇളവ് വരുത്തിയതോടെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ കടുത്ത നിലപാടിൽ നിന്നും പിന്മാറി. കഴിഞ്ഞ ഏതാനും ദിവസമായി സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് ട്രാക്കുകൾ നിശ്ചലമായിരുന്നു. പുതിയ പരിഷ്കാരവുമായി ഉറച്ച സർക്കാരും പരിഷ്കാരം അനുവദിക്കില്ലെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ യൂണിയനുകളും നിലപാടെടുത്തതോടെയാണ് പ്രതിഷേധം ശക്തമായത്. പിന്നീട് ഗതാഗത വകുപ്പ് പരിഷ്കാരത്തിൽ ഇളവ് വരുത്തി ഉത്തരവിറക്കിയതോടെ സമരം താൽക്കാലികമായി അവസാനിപ്പിക്കാൻ CITU അടക്കമുള്ള സംഘടനകൾ തീരുമാനിച്ചത്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം തേടി ഈ മാസം 23-ന് CITU സംസ്ഥാന സെക്രട്ടറി എളമനം കരീം ഗണേഷ് കുമാറുമായി ചർച്ച നടത്തുന്നുണ്ട്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ മറ്റു പ്രശ്നങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാകും. ഇതിലും വഴങ്ങാൻ മന്ത്രി തയ്യാറായില്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഉൾപ്പെടെ പ്രതിഷേധം വ്യാപിക്കാനാണ് CITU തീരുമാനം. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. മേളാചാര്യൻ കേളത്ത് അരവിന്ദാക്ഷൻ മാരാർ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ 9:30 മരണം. ഒല്ലൂരിലെ വീട്ടിലെത്തിച്ച ഭൗതിക ശരീരത്തിന് 100 കണക്കിന് ആരാധകരും ശിഷ്യന്മാരും അന്തിമോപചാരം അർപ്പിച്ചു. ഗണിതശാസ്ത്രത്തിൽ ഇന്ത്യയുടെ തനത് സംഭാവന അർപ്പിച്ച സംഗമഗ്രാമ മാധവന്റെ പേരിൽ ഗണിതശാസ്ത്ര പഠന കേന്ദ്രം സ്ഥാപിക്കുന്നതിന് മുന്നോടിയായി സംഗമഗ്രാമ മാധവന്റെ ഭവനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സന്ദർശിച്ചു. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് നാളെ മുതൽ പുനരാരംഭിക്കും. പുതിയ പരിഷ്കാരത്തിൽ ഇളവ് വരുത്തിയതോടെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ കടുത്ത നിലപാടിൽ നിന്നും പിന്മാറി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.